ഡോക്ടർ, ഡോക്ടർ, പെട്ടെന്ന് വരും. കാഷ്വാലിറ്റി എവിടെയാണ്? അയ്യോ. ഓ, ഇവിടെ തന്നെയുണ്ട്. അവിടെ കിടത്തിക്കോളൂ. ഞാൻ നോക്കിയിട്ട് പറയാം. എന്ത് പറ്റിയതാ? ഇത് എവിടുന്ന ആക്സിഡന്റ് പറ്റിയേ? നിക്കൂ, നിങ്ങളെ വീട്ടിലോട്ട് പോവരുത്. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരണം. ഞങ്ങള് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഇപ്പോൾ വരാം. റിസപ്ഷനിൽ പോയി നിൽക്കൂ. മുങ്ങരുതേ. പിന്നെ പേഷ്യൻ്റെ കാര്യം ഭയങ്കര പരിതാപകരമായിരിക്കും. ഓക്കെ. എന്റെ പൊന്നു ഡോക്ടറെ, മുങ്ങുകയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? റോഡിന്റെ തലയടിച്ച് വീണ് ബ്ലഡ് വാർന്നു കിടക്കുന്ന രോഗിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഡോക്ടർ എന്തോ വർത്തമാനമാണ് ഈ പറയുന്നത്? ഒന്ന് പെട്ടെന്ന് അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണ്ടേ പൊന്നു ഡോക്ടറെ? ഓക്കെ. ഇങ്ങനത്തെ കേസിൽ പലരും കൊണ്ടുവന്ന ഉടനെ മുങ്ങുകയാണ് പതിവ്. പിന്നെ കേസെല്ലാം ഹോസ്പിറ്റലിന്റെ തലയിലാണ് വരിക. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. എന്തായാലും നിങ്ങൾ റിസപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്ന് കൊടുക്കാമോ? പിന്നീട് അതൊരു വിഷയമാവാതിരിക്കാനാ സാറേ. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ കൊടുത്തോളാം. എന്റെ കൊച്ചിനെ ദേവയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഐസിയിലാണെന്നാ പറഞ്ഞേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഓ, ദേവയുടെ ഡാഡിയാണോ? അറിയില്ലായിരുന്നു. അവളുടെ ഐസിയിലാണ്. പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നുമില്ല. സാർ ഇരിക്കൂ, ഇപ്പൊ വരാം. ഇനിയിപ്പോ മായ എവിടെ പോയി അന്വേഷിക്കുന്നാവോ? ആകെ ക്ഷീണിച്ചു ടയേർഡായിരിക്കുകയാണ്. എന്റെ ഈശ്വര, ഇന്നത്തെ ഒരു ദിവസം. ടോമേ, ടോം, ദേ ഞാനിവിടെ ഉണ്ട്. ഇങ്ങ് നോക്ക്, തിരിഞ്ഞ്. പെട്ടെന്ന് ടോം ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നിയിരുന്നു, ഇത് ടോമാണല്ലോ എന്ന്. പിന്നെ ആരോ എന്ന് കയ്യിൽ വെച്ച് ഓടുന്നത് കണ്ടപ്പോ പിന്നീട് എനിക്ക് എന്തോ സുഖമില്ലാതായപ്പോ ഞാൻ അവിടെ ഇരുന്നു. ടോം ആണോ? വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് കണ്ടു. അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. ആ കൊച്ചിനെയും എടുത്തോണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഇത്ര സമയമായി മായേ. അതൊന്നും സാരമില്ല ടോം. അതുവഴി ഒരു ജീവൻ രക്ഷിക്കാനായാൽ അതിന് വലുത് വേറെ എന്താ ഉള്ളേ? ദേവയെ ഐസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഐസിയിലൊക്കെ കാണാൻ പറ്റുമോ മായേ? എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായി എന്റെ കുട്ടിയെ. നമുക്ക് വാ ഐസിയുടെ അടുത്ത് പോയി നിൽക്കാം. നല്ല ചാൻസ് ഉണ്ടെങ്കിൽ സിസ്റ്ററോട് ചോദിച്ചിട്ടെങ്കിലും നമുക്കൊന്ന് അവിടെ കയറാലോ. ടോമിനൊന്ന് അവളെ കാണാലോ. വാട്ടം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആണോ? ഞാൻ ആകെ വൃത്തികേടായി നിൽക്കുകയാണ് മായേ. ബ്ലഡും അതും ഇതൊക്കെ ശരീരത്തിലുണ്ട്. അത് വെച്ച് അങ്ങോട്ട് പോയാൽ ഡോക്ടേഴ്സ് അവിടെ നിൽക്കാൻ അനുവദിക്കുമോ? എന്റെ ടോമേ, എനിക്കതൊന്നും അറിയില്ല. എന്റെ ദേവയെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമുക്കൊന്ന് അങ്ങ് പോയി നോക്കാം. ടോം, ടോം വാ. ഒന്ന് വാ ടോം. ടോമിന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴെങ്കിലും കുറച്ചൊക്കെ സമാധാനമാ. കൊച്ചിനെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ അടുത്തുണ്ടല്ലോ എന്നെങ്കിലും ആശ്വസിക്കാനോ. എനിക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യട്ടോ. എന്താണ് എന്റെ കൊച്ചിനെ ഇത്ര പെട്ടെന്ന് പറ്റിയേ? അതൊക്കെ ശരിയായിക്കോളും മായേ. നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. ആളുകളൊക്കെ നോക്കുന്നത് കണ്ടില്ലേ? നമുക്ക് ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. നീ കണ്ടോ, ഞാൻ ഇന്നൊരു ജീവൻ രക്ഷിച്ച് ആ കുട്ടിക്ക് ജീവനുണ്ട് പോലും. അപ്പോ നമ്മൾ ഒരാളെ രക്ഷിച്ചില്ലേ, അത് ദൈവം എന്തായാലും കാണാതിരിക്കില്ല. നമ്മുടെ ദേവിക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലേ മായേ? എനിക്ക് അത് കാണുമ്പോഴാണ് സങ്കടം സഹിക്കാൻ വയ്യാത്തത്.